എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഗ്രേഡ് 9 SST ഫസ്റ്റിൻ്റെ ചാപ്റ്റർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് മീഡിയവൽ ഇന്ത്യ, കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. മധ്യകാല ഇന്ത്യ, കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് അല്ലെങ്കിൽ രാജസങ്കല്പവും, അതുപോലെ തന്നെ നാച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണ രീതി. ഒരു ചെറിയ ബോക്സ് അവിടെ തന്നിട്ടുണ്ട്. അത് സിയാവുദ്ദീൻ ബറാനി എന്ന് പറയുന്ന വ്യക്തി ഒരു പകർപ്പ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നുള്ളൊരു ഭാഗം ഈ സമയത്ത് നിലനിന്നിരുന്ന രാജഭരണ രീതികളെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് സിയാവുദ്ദീൻ ബറാനിയുടെ താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഭരണരീതിയെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് കിട്ടാം. നോക്കാം. ദ ഹാർട്ട് ഓഫ് ദ കിങ് ഈസ് ദ സ്പെഷ്യൽ റെപ്പോസിറ്ററി ഓഫ് ഗോഡ്സ് ഫേവർ ആൻഡ് ഇൻ ദിസ് ഹി ഹാസ് നോ ഈക്വൽ എമംഗ് മാൻകൈൻഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാർട്ട് ഓഫ് ദ കിങ് എന്ന് പറയുന്നത് രാജാവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? ദൈവാനുഗ്രഹത്താൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാൽ ഉള്ള ഒരു പ്രത്യേക വരദാനമാണ് എന്ന് പറയുന്നത് രാജാവിൻ്റെ ഹൃദയമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശക്തികളെയൊന്നും താരതമ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തെ പോലെ സമാനതകളില്ലാത്തൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ രാജഹൃദയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരാണ്? രാജാവ് എന്ന് പറയുന്നത്. അപ്പം രാജാവ് ആർക്ക് തുല്യമാണ്? ദൈവത്തിന് തുല്യമാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ആരുടെ പ്രതിനിധിയാണ്? ദൈവത്തിൻ്റെ പ്രത്യേക വരദാനത്താൽ, ദൈവ കരുണയാൽ കിട്ടിയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് രാജാവ് എന്നുള്ളൊരു സങ്കല്പം. There should be extraordinary discipline and dignity in the court. കോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് രാജസഭയാണ് തന്നല്ലോ. അപ്പോൾ രാജസഭയിൽ എന്തൊക്കെ വേണം? ഡിഗ്നിറ്റി വേണം, അതുപോലെ തന്നെ അസാധാരണമായ അല്ലെങ്കിൽ അസാമാന്യമായ ഡിസിപ്ലിൻ വേണം, അല്ലേ? അപ്പം കുലീനത പുലർത്തണം രാജാവിരിക്കുന്ന സഭയിൽ. അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ഡിസിപ്ലിൻ, അസാധാരണമായ അച്ചടക്കം പുലർത്തിയിരിക്കണം. എന്തുകൊണ്ടാണത്? ദൈവത്തിന് തുല്യമായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? രാജാവിനെ കണക്കാക്കുന്നത്. ലൈറ്റ് മൂഡ്സ് ഓഫ് ലാഫിംഗ് ഓർ സ്മൈലിംഗ് ഇൻ കോർട്ട് ആർ നോട്ട് പെർമിറ്റഡ് ഈവൻ ഫോർ നോബിൾസ്. അപ്പോൾ പ്രഭുക്കന്മാർക്ക് പോലും, നോബിൾസിന് പോലും എന്ത് പെർമിറ്റ് ചെയ്തിരുന്നില്ല? ചെറിയ രീതിയിലുള്ള നേരം പോക്കുകളും അതുപോലെ തന്നെ ചിരികളും. അപ്പോൾ ലൈറ്റ് മൂഡ്സ് ഓഫ് ലാഫിങ്, ചെറിയ രീതിയിലുള്ള നേരം പോക്കുകളും അതുപോലെ തന്നെ സ്മൈലിങ്ങും ചിരികളും, അല്ലേ? എവിടെ അനുവദിച്ചിരുന്നില്ല? പ്രഭുക്കന്മാർക്ക് പോലും രാജാവിൻ്റെ സഭയിൽ അനുവദനീയമായിരുന്നില്ല. പ്രിൻസസ് ആൻഡ് ചീഫ് സ്റ്റെയിൻസ് ഷുഡ് പ്രോസ്ട്രേറ്റ് ബിഫോർ ദ കിങ്. അപ്പോൾ രാജകുമാരന്മാരും അതുപോലെ തന്നെ ചീഫ് സ്റ്റെയിൻസ്, സാമന്തന്മാരും എന്ത് ചെയ്തിരിക്കണം? പ്രോസ്ട്രേറ്റ് ബിഫോർ ദ കിങ്. രാജാവിൻ്റെ മുന്നിൽ വളരെയധികം ഭവ്യതയോടെ പ്രോസ്ട്രേറ്റ് ആയിട്ട് വേണം ആരുടെ മുന്നിൽ നിൽക്കാനുള്ളത്? രാജാവിൻ്റെ മുന്നിൽ നിൽക്കാനുള്ളത്. എ സ്പെഷ്യൽ ഡ്രസ്സ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ കോർട്ടിയേഴ്സ്. രാജ്യസഭയിലുള്ളവരാണ് കോർട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ രാജ്യസഭ അംഗങ്ങൾ. രാജാവിൻ്റെ സഭയിൽ ഇരിക്കുന്ന അംഗങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പ്രത്യേകം നിർദ്ദേശിച്ച വസ്ത്രം ധരിച്ചിരിക്കണം. നോ വൺ എക്സെപ്റ്റ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് അലൗഡ് ടു അഡ്രസ് ദ സുൽത്താൻ ഡയറക്റ്റ്ലി. അപ്പോൾ പ്രധാനമന്ത്രി അല്ലാതെ മറ്റൊരു വ്യക്തിക്കും സുൽത്താനെ അഡ്രസ്സ് ചെയ്ത് നേരിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ആംഡ് സോൾജിയേഴ്സ് ഷുഡ് അക്കമ്പനി ദ സുൽത്താൻ എവരിവെയർ ആസ് പാർട്ട് ഓഫ് മെയിൻറ്റെയിനിങ് ദ റോയൽ പാറ്റേൺ ഓഫ് ലൈഫ്, കോർട്ട് എത്തിക്സ്, ഡിഗ്നിറ്റി ആൻഡ് പ്രസ്റ്റീജ് ഓഫ് ദി കിങ്. അപ്പോൾ എല്ലായിടത്തും ആംഡ് സോൾജിയേഴ്സ് അല്ലെങ്കിൽ ആയുധധാരികളായ പട്ടാളക്കാർ
സുൽത്താനെ എന്ത് ചെയ്യണമായിരുന്നു? അക്കമ്പനി ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അകമ്പടി സേവിക്കണമായിരുന്നു. അത് എന്തിൻ്റെ ഭാഗമായിരുന്നു? അത് രാജകീയ ജീവിത രീതിയുടെയും സഭാ നടപടികളുടെയും കോർട്ട് എത്തിക്കറ്റ്സിൻ്റെ അല്ലെങ്കിൽ സഭാ നടപടികളുടെയും അല്ലേ, അതുപോലെ തന്നെ രാജ്യ പ്രൗഢിയുടെയും അതുപോലെ തന്നെ ഡിഗ്നിറ്റിയുടെ അല്ലെങ്കിൽ അഭിമാനത്തിൻ്റെയും ഭാഗമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിലനിന്നിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ നമ്മൾ സിയാവുദ്ദീൻ ബറാനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സുൽത്താൻ ഭരണകാലത്തിൽ പ്രത്യേകിച്ച് മംലുക് ഖൽജി അദ്ദേഹത്തിൻ്റെ ആ സമയത്തൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സുൽത്താനേറ്റ് ഡൈനാസ്റ്റീസ് ഹു റൂൾഡ് ബിറ്റ്വീൻ 1206 ആൻഡ് 1526 CE വിത്ത് ദെയർ ക്യാപിറ്റൽ അറ്റ് ഡൽഹി. അപ്പോൾ സുൽത്താനേറ്റ് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സുൽത്താൻ രാജവംശത്തിൻ്റെ അല്ലേ, സുൽത്താൻ രാജവംശത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? 1206 അതുപോലെ തന്നെ 1526 ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു. 5 ഡൈനസ്റ്റീസ് നെയിംലി മംലുക്, ഖൽജി, തുഗ്ലക്, സയ്യിദ് ആൻഡ് ലോധി റൂൾഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അപ്പോൾ ഈ 1206 to 1526 CE വരെ 5 രാജവംശങ്ങളാണ്, 5 ഡൈനസ്റ്റീസാണ് എന്ത് ചെയ്തത്? ഇവിടെ ഭരിച്ചത്. ആരൊക്കെയാണ് അതൊക്കെ? മംലുക്ക് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഖൽജി, അതുപോലെ തന്നെ തുഗ്ലക്ക്, അതുപോലെ തന്നെ സയ്യിദ്, അതുപോലെ ലോധി അല്ലേ, ആ 5 രാജവംശങ്ങളാണ് ഇവിടെ ഭരിച്ചിരുന്നത്. സിയാവുദ്ദീൻ ബറണി ഹിയർ ഡിസ്ക്രൈബ്സ് ദ വീവ്സ് ഓഫ് ബൽബാൻ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഇത് ആരെ ഭരണ സമയത്തുള്ളതാണ്? ബൽബാൻ അല്ലേ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റൂളർ ഓഫ് മംലുക്, ദാറ്റ് മീൻസ് സ്ലേവ് ഡൈനാസ്റ്റി ഓഫ് കിങ്ഷിപ്പ് തന്നല്ലോ. അപ്പോൾ മംലുക്ക് സുൽത്താൻ ഡൈനാസ്റ്റിയിലെ ആരുടെ ഏത് റൂളർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറായ ബൽബാൻ തന്നല്ലോ. അപ്പോൾ ബൽബൻ്റെ കാഴ്ചപ്പാടുകൾ തന്നല്ലോ. അപ്പോൾ മംലുക്ക് എന്ന് പറയുന്നത് ഏത് രാജവംശമാണത്? അടിമ വംശമാണ്, സ്ലേവ് വംശമാണ് മംലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മംലുക്ക് ഡൈനസ്റ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാധികാരിയായ ബാൽബൻ്റെ കാഴ്ചപ്പാടുകളാണ് ആരിവിടെ വിവരിച്ചിരിക്കുന്നത്? സിയാവുദ്ദീൻ ബറണി ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ആരുടെയാണ്? ബാൽബൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാഴ്ചപ്പാടുകളാണ് തന്നല്ല. അദ്ദേഹം ഏത് ഡൈനസ്റ്റിയിലായിരുന്നു? നേരത്തെ പറഞ്ഞ 5 ഡൈനസ്റ്റി, സുൽത്താൻ ഡൈനസ്റ്റിയുടെ ഭരിച്ചിരുന്നു. അതിൽ മംലുക്ക് എന്ന് പറയുന്ന സുൽത്താൻ ഡൈനസ്റ്റിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കിങ്ഷിപ്പിലുള്ള ആരായിരുന്നു? രാജാവായിരുന്നു, സുൽത്താനായിരുന്നു. ആയിരുന്നു പറയുന്നത് ബാൽബൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് ഇവിടെ ചെറിയ ബോക്സിൽ നമുക്ക് വിവരിച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സുൽത്താനേറ്റ് തന്നല്ലോ. കേന്ദ്രീകൃത രാജഭരണ രീതി ആരുടെയാണ്? നമ്മുടെ സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ തന്നല്ലോ. അപ്പോൾ സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കേന്ദ്രീകൃത രാജഭരണ രീതിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം വരുന്നു? വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ്? അപ്പോൾ നോക്കാം. എന്താണ് പറയുന്നത്? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് ആര് ഇംപ്ലിമെൻ്റ് ചെയ്തത്? ആര് നടപ്പിലാക്കിയത്? സുൽത്താൻസ് ഇംപ്ലിമെൻ്റ്. അപ്പോൾ ദ സുൽത്താൻസ് ഇംപ്ലിമെൻറ്റഡ് സെൻട്രലൈസ്ഡ് റൂൾ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. സുൽത്താൻ രാജവംശകാലത്ത് സുൽത്താൻമാർ എന്താണ് നടപ്പിൽ വരുത്തിയിരുന്നത്? കേന്ദ്രീകൃത ഭരണരീതിയാണ്, രാജഭരണ രീതിയാണ് എന്ത് ചെയ്തിരുന്നത്? നടപ്പിൽ വരുത്തിയിരുന്നത്. എങ്കിൽ അവയുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത നമുക്ക് പരിശോധിക്കാം. എക്സാമിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്. 1, ദ ഇൻഫ്ലുവൻസ് ഓഫ് ടർക്കിഷ് ട്രഡിഷൻ തന്നല്ലോ. അപ്പോൾ തുർക്കി പാരമ്പര്യത്തിൻ്റെ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സ്വഭാവ സവിശേഷത ദ ഇൻഫ്ലുവൻസ് ഓഫ് ടർക്കിഷ് ട്രഡിഷൻ തന്നല്ലോ, തുർക്കി പാരമ്പര്യത്തിൻ്റെ സ്വാധീനം. രണ്ടാമത്തെ ഫീച്ചർ, ദ സുൽത്താൻ വാസ് ദ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ
എന്തിൻ്റെ എല്ലാം നീതിന്യായത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും മിലിറ്ററിയുടെയും സൈന്യത്തിൻ്റെയും അഡ്മിനിസ്ട്രേഷത്തിൻ്റെയും അതായത് ഭരണകാര്യങ്ങളുടെയും തലവൻ, ഹെഡ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? സുൽത്താനായിരുന്നു. രണ്ടാമത്തെ ഫീച്ചർ, ദ സുൽത്താൻ വാസ് ദ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി ആൻഡ് ജുഡീഷ്യറി. അടുത്ത മൂന്നാമത്തെ ഫീച്ചർ, ദെയർ വെയർ ഡിഫറൻറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ടു അസിസ്റ്റ് ദ കിങ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. തന്നല്ലോ. അപ്പോൾ രാജാവിനെ അഡ്മിനിസ്ട്രേഷനിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഭരണകാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് ആരുണ്ടായിരുന്നു? വ്യത്യസ്തങ്ങളായ മന്ത്രിമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, മിനിസ്റ്റേഴ്സും ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ആരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ആരെ അസിസ്റ്റ് ചെയ്യാനായിട്ട്? കിങ്ങിനെ അഡ്മിനിസ്ട്രേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 4, an exact law of succession was absent. ഒരു കൃത്യമായ law of succession അല്ലെങ്കിൽ പിന്തുടർച്ചാ നിയമം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇല്ലായിരുന്നു, ആബ്സെൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ആരാണ് അടുത്ത പിന്തുടർച്ചാവകാശി എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിയമം, കൃത്യമായ ഒരു പിന്തുടർച്ചാ നിയമം, എക്സാക്ട് law of succession എന്തായിരുന്നു? ആബ്സെൻ്റ് ആയിരുന്നു. The leadership of the Caliphate of Baghdad was accepted. ബാഗ്ദാദിൽ ഖലീഫമാരായിരുന്നു എന്നത് ഭരിച്ചിരുന്നത്. അപ്പോൾ ബാഗ്ദാദിലെ ഖലീഫമാരുടെ നേതൃത്വം ആര് അംഗീകരിച്ചിരുന്നു? ഈ നമ്മളെ സുൽത്താൻ ഭരണ രീതിയിൽ അംഗീകരിച്ചിരുന്നു. ദ ലീഡർഷിപ്പ് ഓഫ് ദി കാലിഫേറ്റ് ഓഫ് ബാഗ്ദാദ് വാസ് അക്സെപ്റ്റഡ്. ബാഗ്ദാദിലെ ഖാലിഫമാരുടെ നേതൃത്വം അവർ അംഗീകരിച്ചിരുന്നു. A strong army was maintained to defend the country from the threat of invasions and for the expansion of the empire. അതിശക്തമായ ഒരു സൈന്യം, സ്ട്രോങ് ആർമി അല്ലേ, അതിനെ എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ നിലനിർത്തിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിഫെൻഡ് ദ കൺട്രി ഫ്രം ദ ത്രെട്ട് ഓഫ് ഇൻവേഷൻ അല്ലേ. ഇൻവേഷൻ ചെയ്യുന്നത് കയ്യേറ്റം ചെയ്യുക. അപ്പം കയ്യേറ്റ ഭീഷണി അല്ലേ, അത് എന്ത് ചെയ്യുന്നതിന് വേണ്ടി, രാജ്യത്ത് കയ്യേറ്റ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ അത് ചെറുക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഈ എംപയർ അല്ലെങ്കിൽ സാമ്രാജ്യം അതിൻ്റെ വ്യാപനം നടത്തുന്നതിന് വേണ്ടിയിട്ട്, എക്സ്പാൻഷൻ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിസ്തൃതി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരുണ്ടായിരുന്നു? ശക്തമായ ഒരു സൈന്യത്തിനെ നിലനിർത്തിയിരുന്നു. പിന്നെ പറഞ്ഞത്, ദ വാസ്റ്റ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറൻറ്റ് റീജിയൻസ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ വിശാലമായ രാജ്യം തന്നല്ലോ, ആ വിശാലമായ രാജ്യത്തിനെ എന്ത് ചെയ്തു? വ്യത്യസ്ത ഭാഗങ്ങളായി എന്ത് ചെയ്തു? വിഭജിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വ്യത്യസ്ത പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്? കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വിശാലമായ രാജ്യത്തിനെ എന്ത് ചെയ്തത്? വ്യത്യസ്ത റീജിയനുകളായിട്ട്, ഡിഫറെൻറ്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്. അടുത്തത്, റീജിയണൽ ലാസ് പ്രിവെയിൽഡ് അറ്റ് ദ വില്ലേജ് ലെവൽ. അപ്പോൾ ഗ്രാമതലത്തിലെന്ന് പറഞ്ഞാൽ എന്താണ്? റീജിയണൽ ലാസ് അല്ലെങ്കിൽ അടുത്ത പ്രാദേശിക നിയമങ്ങളായിരുന്നു എന്ത് ചെയ്യുന്നത്? നിലനിന്നിരുന്നത്. പ്രിവെയിൽ ചെയ്യുക, നിലനിൽക്കുകയാണ് തന്നല്ലോ. അപ്പോൾ ഇത്രയും, അപ്പം ഗ്രാമതലത്തിൽ എന്തായിരുന്നു? പ്രാദേശിക നിയമങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഇത്രയും എന്താണ് ഫീച്ചറുകൾ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളാണ് ആർക്കുള്ളത്? നമ്മുടെ സുൽത്താൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് റൂൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ എന്തെന്ന് പറയുന്നത്? ഫീച്ചറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനാണ്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമല്ല പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സുൽത്താനേറ്റ് തന്നല്ലോ. സുൽത്താനേറ്റിൻ്റെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഫീച്ചറുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത, സുൽത്താനേറ്റ് എന്ന് പറയുന്ന വേർഡ് അല്ലേ, അത് അധികാരം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്ന് വന്നത്. സുൽത്ത് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്തത്. സുൽത്താനേറ്റ് എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തത് തന്നല്ലോ. അപ്പം എന്താണ്? ഒരു പേഴ്സണ് അതേഴ്സിൻ്റെ മേളിൽ അല്ലേ എന്താണ് പവറും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രിക്റ്റ് റൈറ്റുകളൊക്കെ സൂചിപ്പിക്കുന്ന ഉണ്ട് എന്ന് കാണിക്കുന്ന വേർഡാണ് എന്ന് പറയുന്നത് സുൽത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൽത്ത് എന്നും പറയും. മലയാളത്തിൽ ചിലർ എന്താണ് സൽത്തനത്ത് എന്ന് പറയും. സൽത്തനത്ത് തന്നെയല്ല, ഇത് സൽത്ത് അതിൽ നിന്നാണ് നമുക്ക് ഏത് വന്നത്? സൽത്തനത്ത് അല്ലെങ്കിൽ സുൽത്തനേറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ വേർഡ് ഫോം ചെയ്തത്. എന്താണ് സൽത്ത് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? എന്താണ്? റൈറ്റാണ് അല്ലേ, റൈറ്റ്, അധികാരം തന്നെയല്ലോ, പവർ തന്നെയല്ലോ, അതിൽ നിന്നാണ് ഈ വേർഡ് ഫോം ചെയ്തത്. വേറൊരു ബോക്സ് പറഞ്ഞിരിക്കുന്നത് ദ ടർക്കിഷ് ട്രഡീഷൻ അല്ലേ, തുർക്കി പാരമ്പര്യത്തിനെ കുറിച്ചൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. The Turkish tradition maintained the view that the king is equal to God തന്നല്ലോ.
അപ്പോൾ ഈ തുർക്കി പാരമ്പര്യം, ടർക്കിഷ് ട്രഡിഷൻ എന്ന് പറയുന്നത് നിലനിർത്തി പോകുന്നത് എന്ത് കാഴ്ചപ്പാടാണ്? രാജാവെന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? ദൈവത്തിന് തുല്യമാണ് എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് അവർ നിലനിർത്തിയിരുന്നത്. ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദ ആൾമൈറ്റി സോവറിൻ ആൻഡ് എ ജസ്റ്റ് പേഴ്സൺ ആസ് എ ഗോഡ്, അല്ലേ? അപ്പം അദ്ദേഹത്തെ എന്തായിട്ട് കണക്കാക്കി? രാജാവിനെ എന്തായിട്ട് കണക്കാക്കി? ആൾമൈറ്റി അല്ലെങ്കിൽ സർവേശ്വരൻ, അല്ലേ? അല്ലെങ്കിൽ സർവശക്തൻ. അതുപോലെ തന്നെ സോവറിൻ, പരമാധികാരി, അല്ലേ? അതുപോലെ തന്നെ എ ജസ്റ്റ് പേഴ്സൺ, നീതിമാൻ. ജസ്റ്റ് ഇവിടെ നീതിയാണ്. അപ്പോൾ നീതിമാൻ, അല്ലേ? ആരെപ്പോലെ? ദൈവത്തിന് തുല്യമായ നീതിമാനും പരമാധികാരിയും സർവശക്തനും, അല്ലേ, ആയ സർവേശ്വരനുമായ ഒരു വ്യക്തിയായിട്ടാണ് ആരെ കണക്കാക്കിയിരുന്നത്? രാജാവിനെ കണക്കാക്കിയിരുന്നത്. It was from this standpoint that the concept of the unlimited authority of kingship was derived. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്താണ്, സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ് എന്ത് കൺസെപ്റ്റ് വന്നത്, എന്ത് ആശയം വന്നത്? അൺലിമിറ്റഡ് അതോറിറ്റി ഓഫ് കിങ്ഷിപ്പ്, അല്ലേ? അപ്പോൾ എന്താണ്, അനിയന്ത്രിത രാജാധികാരം, അല്ലേ? അത് ഉടലെടുത്തത് ഈ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ്, അല്ലേ? ഏത് സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ്? ദൈവത്തിന് തുല്യമാണ് എന്നുള്ള ആ അപ്പോൾ അദ്ദേഹത്തിന് എന്തും ആകാം. ദ കിങ് റൂൾസ് ഹിസ് കൺട്രി ജസ്റ്റ് ലൈക്ക് ദ ഹെഡ് ഓഫ് ദി ഫാമിലി കൺട്രോൾ ദ മെമ്പേഴ്സ് എന്നല്ലോ. അപ്പോൾ രാജാവ് രാജ്യം ഭരിച്ചിരുന്നത് ഏതുപോലെയായിരുന്നു? ഒരു കുടുംബത്തിലെ തലവൻ, അല്ലേ? ഹെഡ് ഓഫ് ദി ഫാമിലി എന്ന് പറയുന്നത്, കുടുംബത്തിലെ തലവൻ എന്ന് പറയുന്നത് കുടുംബത്തിലെ അംഗങ്ങളെ എങ്ങനെയാണോ നിയന്ത്രിച്ചിരുന്നത് ആ രീതിയിലാണ് എന്ത് ചെയ്തത്? രാജാവ് രാജ്യം ഭരിച്ചിരുന്നത്. ഹിസ് ഡിസിഷൻസ് വുഡ് നോട്ട് ബി ക്വസ്റ്റ്യൻഡ് ബൈ ദ മെമ്പേഴ്സ്. അപ്പം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ അംഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല? ചോദ്യം ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. The possession of each member in the family and their right to property were determined by him, അല്ലേ? അപ്പം ഓരോ അംഗങ്ങളുടെയും പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം, കുടുംബത്തിൽ അവരുടെ സ്ഥാനം എന്താണ്, അതുപോലെ തന്നെ അവരുടെ സ്വത്തധികാരം, റൈറ്റ് ടു പ്രോപ്പർട്ടി, അല്ലേ? അതെല്ലാം ആരാണ് ഡിറ്റർമിൻ ചെയ്ത്, ആരാണ് തീരുമാനിച്ചിരുന്നത്? ആ ഫാമിലിയിലെ ഹെഡാണ് തീരുമാനിച്ചിരുന്നത് എങ്കിൽ അതുപോലെ തന്നെ ആര് തീരുമാനിച്ചു? ഇവിടെ രാജാവായിരുന്നു തീരുമാനിച്ചിരുന്നത്. അത് തുർക്കി പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഷോർട്ട് നോട്ട് അവിടെ തന്നിട്ടുണ്ട്. അടുത്ത പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്തൊക്കെയാണ് അവരുടെ കേന്ദ്ര ഭരണത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ഒഫീഷ്യൽസ് ആൻഡ് ദെയർ ഡ്യൂട്ടീസ് ഇൻ ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സുൽത്താനേറ്റ് പീരീഡ് തന്നെയല്ലോ. അപ്പോൾ സുൽത്താനേറ്റ് പീരീഡിലെ കേന്ദ്ര ഭരണത്തിലെ സുപ്രധാനമായ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ കടമകളും എന്തെല്ലാമാണ്, ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്? ആരൊക്കെയാണ് അവിടെ ഉള്ളത്? വസീർ ഉണ്ട്. വസീർ എന്താണ് നോക്കുന്നത്? റവന്യൂ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ധനകാര്യങ്ങളെല്ലാം വസീറാണ് നോക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ ധനകാര്യങ്ങൾ, റവന്യൂ ഒക്കെ നോക്കുന്ന ഉദ്യോഗസ്ഥനെ വിളിക്കുന്ന പേര് വസീർ. അടുത്തത് മമാലിക് എന്ന് പറയുന്നത് മിലിറ്ററിയാണ്, അല്ലെങ്കിൽ സൈനിക കാര്യങ്ങൾ നോക്കിയിരുന്ന ഉദ്യോഗസ്ഥനാണ് മമാലിക് എന്ന് പറയുന്നത്. അടുത്തത് ചീഫ് സദർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എന്താണ് നോക്കുന്നത്? ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായമാണ് നോക്കിയിരുന്നത്. അടുത്തത് ദിവാൻ ഇ ഇൻഷ എന്ന് പറയുന്നത് റോയൽ കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ രാജകീയമായ കത്തിടപാടുകൾ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഉദ്യോഗസ്ഥനാണ് ദിവാൻ ഇ ഇൻഷ എന്ന് പറയുന്നത്. അപ്പം പ്രധാന 4 ഉദ്യോഗസ്ഥന്മാരും അവരുടെ വകുപ്പുകൾ തന്നെയല്ലോ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വസീർ റവന്യൂ, മമാലിക് മിലിറ്ററി, ചീഫ് സദർ ജുഡീഷ്യറി, അതുപോലെ തന്നെ ദിവാൻ ഇ ഇൻഷ റോയൽ കറസ്പോണ്ടൻസ്. അങ്ങനെയാണെങ്കിൽ ഇനി അവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഏതാണ്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നോക്കാം. പ്രാദേശിക ഭരണരീതി, അല്ലേ? അപ്പം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സുൽത്താനേറ്റ്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സുൽത്താനേറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലോക്കൽ ലെവലിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള ഭരണ സംവിധാനം എന്താണെന്ന് നോക്കാം. ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അപ്പോൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ് പറയുന്നത്, പ്രാദേശിക ഭരണ കാര്യങ്ങളാണ് പറയുന്നത്. ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ തന്നല്ലോ, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ദ എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസസ്, അതുപോലെ തന്നെ ഷിക്സ്, അതുപോലെ പർഗനാസ് ആൻഡ് വില്ലേജസ്. അപ്പം
എത്രയായിട്ട് പ്രൊവിൻസസ്, പ്രവിശ്യകൾ, ഷിക്സ് അല്ലേ, അതുപോലെ ഷിക്കുകൾ, അതുപോലെ തന്നെ പർഗാനാസ് തന്നല്ലോ, പർഗാനാസ്, അതുപോലെ തന്നെ വില്ലേജസ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരുന്നു ആരെ, എംപയറിനെ മൊത്തം, സാമ്രാജ്യത്തിൻ്റെ മൊത്തം തന്നല്ലോ. അപ്പോൾ പ്രവിശ്യകൾ, പിന്നെ ഷിക്ക്, അതുപോലെ തന്നെ പർഗാനാസ്, അതുപോലെ തന്നെ ഗ്രാമങ്ങൾ, ഇങ്ങനെയാണ് തിരിച്ചിരുന്നത് എംപയറിനെ മൊത്തം. സെപ്പറേറ്റ് ഓഫീസേഴ്സ് വെയർ അപ്പോയിൻറ്റഡ് ഫോർ ഈച്ച് ഡിവിഷൻ. അപ്പോൾ ഇത്ര ഡിവിഷനായി 4 ഡിവിഷനുണ്ട്. അപ്പോൾ ഈ 4 ഡിവിഷനും എന്തുണ്ട്, പ്രത്യേകം ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നു തന്നല്ലോ. ദെയർ അതോറിറ്റി വാസ് നോട്ട് ഹെറിഡിറ്ററി. അവരുടെ അധികാരമെന്ന് പറയുന്നത് എന്തായിരുന്നില്ല, ഹെറിഡിറ്ററി അല്ലെങ്കിൽ പരമ്പരാഗതം ആയിരുന്നില്ല. കളക്ഷൻ ഓഫ് ടാക്സസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി ആർമി വെയർ ദ ചീഫ് ഡ്യൂട്ടീസ് ഓഫ് ദീസ് ഓഫീസേഴ്സ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ മുഖ്യ ചുമതലകളെന്ന് പറയുന്നത് എന്തെല്ലാമാണ്? ഒന്ന്, മെയിൻ്റനൻസ് ഓഫ് ലാ ആൻഡ് ഓർഡർ അല്ലേ, ക്രമസമാധാനം നിലനിർത്തുക. പിന്നെ ഏതാണ്? ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, നീതിന്യായ നിർവഹണം. പിന്നെ ഏതാണ്? കളക്ഷൻ ഓഫ് ടാക്സസ് അല്ലേ, നികുതി പിരിക്കൽ. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ആർമി, സൈനികരെ എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക. ഇതെല്ലാമായിരുന്നു ആരുടെ മുഖ്യ ജോലികൾ? ഈ 4 പ്രവിശ്യകളുടെയും സെപ്പറേറ്റ് ഓഫീസർമാരുടെ ജോലികളെന്ന് പറയുന്നത്. ദേ വെയർ അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് സുൽത്താൻ. അപ്പോൾ ഈ സ്പെഷ്യൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ആരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്? സുൽത്താൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ബട്ട് ദ സുൽത്താൻ ഡിഡ് നോട്ട് ഡയറക്ട്ലി ഇൻ്റർവെൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വില്ലേജസ്. പ്രത്യേകത, വില്ലേജിലെ ഭരണത്തിൽ, ദാറ്റ് മീൻസ് ഗ്രാമഭരണത്തിൽ ആര് നേരിട്ട് ഇടപെട്ടിരുന്നില്ല? നോട്ട് ഡയറക്ട്ലി ഇൻ്റർവെൻ. സുൽത്താൻ നേരിട്ട് ഇടപെട്ടിരുന്നില്ല. ഏതിൽ? ഗ്രാമങ്ങളുടെ ഭരണകാര്യങ്ങളിൽ. അപ്പോൾ അത്രയാണ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ് അവിടെ തന്നിട്ടുണ്ട്. അവിടെ എന്താണ്? ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ ഡിവിഷനുകളും അല്ലേ, അതുപോലെ തന്നെ എന്താണ് അവരുടെ റെസ്പെക്റ്റീവ് ഓഫീസേഴ്സിൻ്റെ പേരുകളുമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 4ആയിട്ടാണ് എംപയറിനെ ഡിവൈഡ് ചെയ്തത്, 4 ആയിട്ടല്ലേ. ഏതൊക്കെയായിരുന്നു? പ്രൊവിൻസ്, അതുപോലെ തന്നെ ഷിക്ക്, അതുപോലെ തന്നെ പർഗാന, അതുപോലെ തന്നെ വില്ലേജസ്. അപ്പോൾ അവിടെയുള്ള ഓരോ സ്പെഷ്യൽ ഓഫീസർമാരുടെ പേരുകളാണ്. പ്രൊവിൻസിനെ നിയന്ത്രിച്ചിരുന്ന സ്പെഷ്യൽ ഓഫീസറിൻ്റെ പേര് മുക്തി അല്ലെങ്കിൽ വാലി എന്നാണ്. അടുത്തത് ഷിക്കിലെ എന്താണ് സ്പെഷ്യൽ ഓഫീസറിൻ്റെ പേര്? ഷിക്ദാർ എന്നാണ്. പർഗാനയിലെ സ്പെഷ്യൽ ഓഫീസറിൻ്റെ പേര് അമിൽ എന്നാണ്. വില്ലേജസിലെ എന്താണ് സ്പെഷ്യൽ ഓഫീസേഴ്സിൻ്റെ പേര് എന്താണ്? മുക്കദം തന്നെയല്ലോ. അപ്പോൾ പ്രൊവിൻസിൽ ആരാണ്? ഉദ്യോഗസ്ഥൻ്റെ പേര് മുക്തി അല്ലെങ്കിൽ വാലി. ഷിക്കിലെ ഉദ്യോഗസ്ഥൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷിക്ദാർ. പർഗാനയിലെ ഉദ്യോഗസ്ഥൻ്റെ പേര് അമിൽ. അതുപോലെ തന്നെ വില്ലേജസിലെ ഉദ്യോഗസ്ഥൻ്റെ പേര് മുഖദം എന്നായിരുന്നു. മുഖദം തന്നെയല്ലോ. അങ്ങനെ ഉദ്യോഗസ്ഥരുടെ പേരും ഓരോരോ ഡിവിഷനുകളുമാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഇക്ത സിസ്റ്റം. ഇക്ത സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂറിങ് ദ ബിഗിനിങ് ഓഫ് ദി സുൽത്താനേറ്റ് പീരീഡ് the country was divided into different parts and these were entrusted with the nobles who were also the military commanders. അപ്പോൾ സുൽത്താനേറ്റ് കാലം ആരംഭിക്കുന്ന ആരംഭ കാലഘട്ടങ്ങളിൽ, ഡ്യൂറിങ് ദ ബിഗിനിങ് ഓഫ് ദി സുൽത്താനേറ്റ് പീരീഡ് അല്ലേ, സുൽത്താനേറ്റ് കാലഘട്ടത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ദ കൺട്രി വാസ് ഡിവൈഡ് ഇൻ ടു ഡിഫറൻറ്റ് പാർട്സ്. രാജ്യം വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിച്ചിരുന്നു, ഡിവൈഡ് ചെയ്തിരുന്നു. ദീസ് വെയർ എൻട്രസ്റ്റഡ്. അപ്പോൾ ഈ ഭാഗങ്ങളെന്ന് പറയുന്നത് ആരുടെ ചുമതലയായിരുന്നു? എൻട്രസ്റ്റഡ് വിത്ത് ദ നോബിൾസ് അല്ലേ, പ്രഭുക്കന്മാരുടെ ചുമതലയിലായിരുന്നു തന്നല്ലോ. ഹൂ വെയർ ആൾസോ ദ മിലിറ്ററി കമാൻഡേഴ്സ്. അവരെന്ന് പറയുന്നത് എന്തുമായിരുന്നു? സൈനിക മേധാവികളായിരുന്നു തന്നല്ലോ. അപ്പോൾ സൈനിക മേധാവികളായിരുന്ന പ്രഭുക്കന്മാരിലാണ് എന്ത് ചുമതലപ്പെടുത്തിയിരുന്നത്? സുൽത്താനേറ്റ് പീരീഡിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ രാജ്യത്തിന് വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിച്ച് അതിൻ്റെ ചുമതല നൽകിയിരുന്നത്. എങ്കിൽ അങ്ങനെ വിഭജിച്ച ആ ഡിവിഷനുകൾ, ഓരോ ഡിവിഷനെയും വിളിക്കുന്ന പേരാണ് എന്നു വിളിക്കുന്നത്? ഇക്താസ് എന്ന് വിളിക്കുന്നത്. ദീസ് ഡിവിഷൻസ് ആർ വെയർ നോൺ ആസ് ഇക്താസ് ആൻഡ് ദെയർ ഹോൾഡേഴ്സ് വെയർ നോൺ ഇൻ ഡിഫറൻറ്റ് നെയിം ആസ് ഇക്തദാർ, മുക്തി ആൻഡ് വാലി അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അത് കൈവശം വെച്ചിരുന്ന ഹോൾഡേഴ്സ്, ആ ഏരിയകൾ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികൾ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടു. ഏതൊക്കെ പേരുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു? ഇക്തദാർ അല്ലേ, അതുപോലെ തന്നെ മുക്തി, അതുപോലെ തന്നെ വാലി, ഇതൊക്കെ അവരുടെ മറ്റു പേരുകളായിരുന്നു.
അപ്പോൾ ഈ പേരുകളിലാണ്, ഡിഫറെൻറ്റ് നെയിംസിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. The revenue collection and the judicial administration of these divisions were the main duties of these ഇഖ്തദാർസ്. തന്നല്ലോ, ഇഖ്തദാർസിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? ഇഖ്തദാർസിൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ എന്താണ്? ഒന്ന്, ദ റവന്യൂ കളക്ഷൻ, അല്ലേ, നികുതി അല്ലെങ്കിൽ വരുമാനം പിരിക്കൽ. അതുപോലെ തന്നെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ക്രമസമാധാനം അല്ലെങ്കിൽ നീതിന്യായം എന്ത് ചെയ്യുക, അതിൻ്റെ ഭരണം. അപ്പോൾ ക്രമസമാധാന പാലനം അല്ലെങ്കിൽ നീതിന്യായ ഭരണം തന്നല്ലോ, ഇതായിരുന്നു ഈ ഡിവിഷനുകളുടെ ആരുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത്, മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇഖ്തദാർസിൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത്. They were also duty bound to maintain an army of their own. പിന്നെ അവർക്ക് വേറൊരു ഡ്യൂട്ടി കൂടെ ബൗണ്ട് ചെയ്യുന്നു, ഒരു കടമ കൂടെ അവർക്ക് നിറവേറ്റണമായിരുന്നു. എന്താണ്? ടു മെയിൻറ്റെയിൻ ആർമി ഓഫ് ദെയർ ഓൺ, അല്ലേ, അവരുടെ തന്നെ സ്വന്തമായ പട്ടാളത്തെ നിലനിർത്തണമായിരുന്നു. They used part of the revenue collected from the ഇഖ്ത for their own expense and the rest for conducting the administration. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന റവന്യൂ അല്ലെങ്കിൽ പിരിച്ചെടുത്ത വരുമാനമെന്ന് പറയുന്നത്, കളക്ട് ചെയ്ത റവന്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം, അല്ലേ, ഫ്രം ദ ഇഖ്ത ഫോർ ദെയർ ഓൺ എക്സ്പെൻസസ്, അല്ലേ, അവരുടെ തന്നെ എന്തിനു വേണ്ടിയിട്ട്, ചിലവിന് വേണ്ടിയും, പിന്നെ ബാക്കിയെന്ന് പറയുന്നത്, റെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയും, കണ്ടക്ടിങ് ദ അഡ്മിനിസ്ട്രേഷൻ, ഭരണ നിർവഹണം നടത്തുന്നതിന് വേണ്ടിയും വിനിയോഗിച്ചിരുന്നു. ബട്ട് ദേ വർ നോട്ട് പ്രൊവൈഡഡ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി, പക്ഷേ അവർക്ക് സ്വതന്ത്ര അധികാരം പ്രദാനം ചെയ്തിരുന്നില്ല. വെൻ ദ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ സെൻറ്റർ ബിക്കെയിം സ്ട്രോങ്, ദ അതോറിറ്റി ഓഫ് ദ ഇഖ്തദാർസ് ഗോട്ട് റെസ്ട്രിക്റ്റഡ്, അല്ലേ. അപ്പോൾ ഇതത് ബിഗിനിങ്ങിൻ്റെ സുൽത്താനേറ്റ് റൂളിൻ്റെ ബിഗിനിങ് ആണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് എന്തായിട്ട് മാറി, ആ സമയത്ത് ഇങ്ങനെയായിരുന്നു ഭരണം നടത്തിക്കൊണ്ട്, പിന്നീട് എന്തായിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിലോട്ട് വന്നെന്ന് പറഞ്ഞു, അല്ലേ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ സെൻറ്റർ ബിക്കെയിം സ്ട്രോങ്, അപ്പോൾ കേന്ദ്ര ഭരണം എന്തായി, ശക്തി ആർജിച്ചു, സ്ട്രോങ് ആയിട്ട് മാറി. അപ്പോൾ ദ അതോറിറ്റി ഓഫ് ദ ഇഖ്തദാർസ് ഗോട്ട് റെസ്ട്രിക്റ്റഡ്, ആരുടെ അധികാരം നിയന്ത്രിക്കപ്പെട്ടു, അതോറിറ്റി ഓഫ് ദ ഇഖ്തദാർസ്, അല്ലേ, ഇഖ്തദാർസിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടു. ദ ഇഖ്താസ് ലേറ്റർ ബിക്കെയിം പ്രൊവിൻസസ്, ആ ഇഖ്താസ് ആണ് പിന്നീട് എന്താക്കി മാറ്റിയത്, പ്രൊവിൻസസ് എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അല്ലേ, പ്രൊവിൻസ്, ഷിക്ക്, പർഗാന, വില്ലേജ്, അല്ലേ. പ്രൊവിൻസ് എന്ന് പറയുന്നത് പഴയ ഏതായിരുന്നു, ഇഖ്താസ് ആയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്, കേന്ദ്ര ഭരണ രീതിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം, അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ, പിന്നെ ലാ ഓഫ് സക്സഷൻ, അല്ലേ, പിന്തുടർച്ചാ നിയമം, അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, തൊട്ട് മുമ്പ് പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്ത് പറഞ്ഞു, ഇഖ്താസ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഏത് പറഞ്ഞു, മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ, അല്ലേ, ഏതെല്ലാം രീതിയിലാണ് പട്ടാളത്തിനെ അവിടെ നിലനിർത്തി കൊണ്ടുവന്നിരുന്നത്. അടുത്തത് അവിടെ വേറൊരു ഫോർട്ട് കൊടുത്തിരിക്കുന്നു, അല്ലേ, ദൗലത്താബാദ് ഫോർട്ടാണ്. ദൗലത്താബാദ് ഫോർട്ട് ഏത് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണത്, സുൽത്താനേറ്റ് പീരീഡ്, ആ സമയത്ത് നിർമ്മിച്ച ഒരു കോട്ടയുടെ പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് റിഫോമുകളാണ് തന്നല്ലോ. കമ്പോള പരിഷ്കരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ സുൽത്താനേറ്റ് റൂൾ ഓഫ് ഡൽഹി വാസ് ബേസ്ഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദി ആർമി. അപ്പോൾ സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു, ബേസ്ഡ് ആയിരുന്നു, സ്ട്രെങ്ത് ഓഫ് ദി ആർമിയിൽ ബേസ്ഡ് ആയിരുന്നു എന്ന് പറയുന്നത് സുൽത്താനേറ്റ് റൂൾ ഓഫ് ഡൽഹി, ഡൽഹിയിലെ സുൽത്താനേറ്റ് റൂൾ എന്ന് പറയുന്നത്. ദ സുൽത്താൻസ് ആൾവേസ് പെയ്ഡ് അറ്റൻഷൻ ടു മെയിൻറ്റെയിൻ എ വെൽ എക്യുപ്ഡ് ആർമി തന്നല്ലോ. അപ്പോൾ വളരെ നല്ല രീതിയിൽ വളരെയധികം സുസജ്ജമായ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ആർമിയെ അല്ലെങ്കിൽ സൈന്യത്തിനെ നിലനിർത്താൻ എപ്പോഴും ആര് ശ്രദ്ധിച്ചിരുന്നു, സുൽത്താൻസ് ശ്രദ്ധിച്ചിരുന്നു. മാർക്കറ്റ് റെഗുലേഷൻ ഓഫ് അലാവുദ്ദീൻ ഖൽജി വാസ് എ റിഫോം ഇംപ്ലിമെൻറ്റഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് മെയിൻറ്റെയിനിങ് എ ലാർജ് ആർമി വിത്ത് ലെസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ മാർക്കറ്റ് റെഗുലേഷൻ അല്ലെങ്കിൽ കമ്പോള നിയന്ത്രണം എന്ന് പറയുന്നത് ആര് നടത്തിയതാണ്, അലാവുദ്ദീൻ ഖൽജി നടത്തിയ മാർക്കറ്റ് റെഗുലേഷൻ അല്ലെങ്കിൽ കമ്പോള നിയന്ത്രണം എന്ന് പറയുന്നത് എന്തായിരുന്നു, വാസ് എ റിഫോം, അല്ലേ, ഒരു പരിഷ്കരണമായിരുന്നു.
എന്താണ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് മെയിൻറ്റെയിനിങ് എ ലാർജ് ആർമി വിത്ത് ലെസ് എക്സ്പെൻഡിച്ചർ. കുറഞ്ഞ ചിലവിൽ ലെസ് എക്സ്പെൻഡിച്ചറിൽ എന്താണ് ലാർജ് ആർമി അല്ലെങ്കിൽ വലിയ സൈന്യത്തിനെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇംപ്ലിമെൻ്റ് ചെയ്ത് നടപ്പിൽ വരുത്തിയ ഒരു പരിഷ്കാരമാണ് എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖൽജി കൊണ്ടുവന്ന മാർക്കറ്റ് റെഗുലേഷൻ അല്ലെങ്കിൽ കമ്പോള നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. It was necessary to control the prices of essential commodities to reduce the military expenditure. അപ്പോൾ ഇവിടെ അദ്ദേഹം എന്താണ് ചെയ്തത്? വളരെയധികം അത്യാവശ്യമായിരുന്നു എന്തിനെ നിയന്ത്രിക്കുക? കൺട്രോൾ ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. അവശ്യ സാധനങ്ങളുടെ വിലയെ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു, നെസസറി ആയിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ടു റെഡ്യൂസ് ദ മിലിറ്ററി എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പോൾ സൈനിക ചിലവുകൾ എന്ത് ചെയ്യാം, അതിലുപരി കുറയ്ക്കാനും കഴിയുമായിരുന്നു. ആസ് പാർട്ട് ഓഫ് ദിസ്, അതിൻ്റെ ഭാഗമായിട്ട് ദ ഗവൺമെൻറ് ഫിക്സ്ഡ് ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. ഗവൺമെൻറ് എന്താണ് അവശ്യ സാധനങ്ങളുടെ വില എന്ത് ചെയ്യുന്നു, നിജപ്പെടുത്തിയിരുന്നു, തന്നല്ലോ ഫിക്സ് ചെയ്തിരുന്നു. ഹെൻസ് അപ്പോൾ ആർക്ക് അത് ചെയ്യാൻ പറ്റില്ല? ഗവൺമെൻറ്റാണ് വില നിശ്ചയപ്പെടുന്നത്, ആരില്ല? കടക്കാരല്ല. അപ്പോൾ ഹെൻസ് ദ മർച്ചൻസ് വെയർ ഫോഴ്സ്ഡ് ടു സെൽ ദെയർ പ്രൊഡ്യൂസ് അറ്റ് ദ ഫിക്സഡ് പ്രൈസ് അല്ലേ. ആ നിശ്ചിതപ്പെടുത്തിയ വിലയിൽ, നിജപ്പെടുത്തിയ വിലയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആര് നിർബന്ധിതരായി, ആര് ഫോഴ്സ്ഡായി? മർച്ചൻസ് അല്ലെങ്കിൽ വ്യാപാരികൾ നിർബന്ധിതരായി. ബ്ലാക്ക് മാർക്കറ്റേഴ്സ് ആൻഡ് ഹോർഡേഴ്സ് വെയർ സ്ട്രിക്റ്റ്ലി പണിഷ്ഡ് അല്ലേ. അപ്പോൾ കരിഞ്ചന്തക്കാരെയും അതുപോലെ തന്നെ പൂഴ്ത്തിവയ്പ്പുകാരെയും വളരെ ശക്തമായി തന്നെ എന്ത് ചെയ്തു, കഠിനമായി തന്നെ എന്ത് ചെയ്തിരുന്നു, സ്ട്രിക്റ്റ്ലി എന്ത് ചെയ്തു, പണിഷ് ചെയ്തിരുന്നു. ആരൊക്കെയാണ്? കരിഞ്ചന്തക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റേഴ്സിനെയും അതുപോലെ തന്നെ ഹോർഡേഴ്സ് അല്ലെങ്കിൽ പൂഴ്ത്തിവയ്പ്പുകാരെയും. ദ വെയ്റ്റ്സ് ആൻഡ് മെഷർ വെയർ യൂണിഫൈഡ് അല്ലേ. അതുപോലെ തന്നെ അളവ് തൂക്കങ്ങൾ എന്ത് ചെയ്തു, യൂണിഫൈ ചെയ്തു, ഏകീകരിച്ചു. The government established granaries to store the grains brought from the peasants. കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന ധാന്യങ്ങൾ, ഗ്രെയിൻസുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സ്ഥാപിച്ചു? ഗവൺമെൻറ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? ഗ്രനറീസ് അല്ലെങ്കിൽ ധാന്യപ്പുരകൾ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ. ദ corns distributed during the time of ഫെമൈൻസ് അറ്റ് എ മോഡറേറ്റ് പ്രൈസ്. ഇനി എന്താണ്, ക്ഷാമകാലം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ, ഫെമൈൻസ് ഒക്കെ ഉണ്ടാവുകയാണ്, വറുതി ഉണ്ടാവുകയാണെങ്കിൽ ഈ കോണുകൾ, ഈ ഗ്രനറീസിലൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഈ കോണുകൾ അല്ലെങ്കിൽ ഗ്രെയിൻസുകൾ എന്ത് ചെയ്യുമായിരുന്നു? വളരെ മോഡറേറ്റ് പ്രൈസിൽ, മിതമായ വിലയ്ക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. ഒഫീസേഴ്സ് വെയർ അപ്പോയിൻറ്റഡ് ഫോർ ദ സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി മാർക്കറ്റ് റെഗുലേഷൻ. കമ്പോള നിയമങ്ങൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടി വളരെ കർശനമാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന്, നടപ്പിൽ വരുത്തുന്നത്, സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു? ഉദ്യോഗസ്ഥരെ, ഓഫീസേഴ്സിനെ എന്ത് ചെയ്തു? നിയമിച്ചു. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായി ദ സോൾജിയേഴ്സ് വെയർ ഏബിൾ ടു പർച്ചേസ് കമ്മോഡിറ്റീസ് അറ്റ് എ മോഡറേറ്റ് പ്രൈസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മിതമായ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ ആർക്ക് കഴിഞ്ഞു? സോൾജിയേഴ്സിന് അല്ലെങ്കിൽ പട്ടാളക്കാർക്ക് കഴിഞ്ഞു. അപ്പോൾ പട്ടാളത്തിൻ്റെ ചിലവ് എന്ത് ചെയ്തു? കുറച്ചു. ഹെൻസ് ദർ വാസ് നോ നീഡ് ടു പേ ദം ഹൈ സാലറീസ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല? ഉയർന്ന ശമ്പളം നൽകേണ്ടതായി വന്നില്ല. ദോ ത്രൂ ദീസ് ആക്ട്സ് the Sultan curtailed the military expenditure and the amount thus saved was utilized to enhance the strength of the army അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ നടപടികളിലൂടെ, ത്രൂ ദീസ് ആക്ട്, ഈ നടപടികളിലൂടെ ദ സുൽത്താൻ കർട്ടൈൽഡ് ദ മിലിറ്ററി എക്സ്പെൻഡിച്ചർ അല്ലേ, സൈനിക ചെലവ്, മിലിറ്ററി എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്ത്? കർട്ടൈൽ ചെയ്തു അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കി ആര്? സുൽത്താൻ. ആൻഡ് ദ എമൗണ്ട് ദസ് സേവ്ഡ്, അങ്ങനെ ലാഭിച്ച തുക എന്തിനു വേണ്ടി ഉപയോഗിച്ചു? വാസ് യൂട്ടിലൈസ്, ഉപയോഗിച്ചു ടു എൻഹാൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദി ആർമി, സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ആ മിലിറ്ററി അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഇതും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട്. പിന്നെ അതിൽ തന്നെ ഏതാണ് മാർക്കറ്റ് റിഫോംസ്, എങ്ങനെയാണ് കമ്പോള പരിഷ്കാരം എന്തായിരുന്നു, എങ്ങനെയാണ് സൈനിക ചിലവ് കുറയ്ക്കാനായിട്ട് സുൽത്താൻ എടുത്ത നടപടിക്രമങ്ങൾ എന്തെല്ലാമായിരുന്നു അല്ലേ. അങ്ങനെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ സുൽത്താനേറ്റ് റൂളിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പോകേണ്ടത് മുഗൾ അഡ്മിനിസ്ട്രേഷനിലേക്കാണ്. നല്ല രീതിയിൽ ടെസ്റ്റ് നല്ലോണം വായിക്കുക. വായിക്കുന്ന സമയത്ത് തന്നെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? നോട്ടുകളും കൂടെ തയ്യാറാക്കി വയ്ക്കുക. വീണ്ടും ക്ലാസ് കാണുക. ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.